കട്ടൻ ചായ 119 എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. ഇന്നത്തെ സന്തോഷ വാർത്ത, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 2666 പേരായി. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് us സ്റ്റാർട്ട് ദ വർക്ക്. ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, വെള്ളം. അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു. മൊത്തത്തിൽ ഈ നമ്മുടെ കട്ടിംഗ് ബോർഡിലാണ്, ടീക്ക് വുഡ് പെക്കർ തന്നിരിക്കുന്ന കട്ടിംഗ് ബോർഡിലാണ് എല്ലാം ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് തേയിലയാണ്. ലിപ്റ്റൺ കമ്പനിയുടെ തേയില. അത് ലോങ് ലീഫാണ്, നല്ല ഒന്നാന്തരം ക്വാളിറ്റിയാണ്. അടുത്ത ഐറ്റം ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കറുവാപ്പട്ടയും ഏലക്കായും അത് അരിഞ്ഞ് ഒരു കുഞ്ഞു പാത്രത്തിലെടുത്തിരിക്കുന്നു. അടുത്തത് സ്വീറ്റ്നറാണ്, മധുരം, ഷുഗർ ഫ്രീ മധുരമാണത്. അതിൻ്റെ 2 പെല്ലറ്റ് 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണ്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അടുത്തത് 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന 1 ഗ്ലാസ്, അത് 2 ഗ്ലാസ്സാണ്. അത് ഇപ്പോൾ നമുക്കത് ഫിൽറ്ററിങ് യൂണിറ്റ്, അരിക്കാനുള്ള മഗ്, അരിപ്പ, സ്പൂണൊക്കെ. ഇത് നമ്മുടെ പാത്രം, ചായ ഉണ്ടാക്കേണ്ട പാത്രം. ഇത് നമ്മുടെ ഹീറ്ററിൻ്റെ പുറത്തേക്ക് നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നും കൂടെ കാണിക്കുകയാണ്. എല്ലാ ഐറ്റംസും ഒന്നും കൂടെ വർക്ക് തുടങ്ങിയെങ്കിലും നമ്മളൊന്നും കൂടെ കാണിക്കുകയാണ്. എല്ലാ സാധനവും റെഡിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇടണം. അപ്പോൾ നമ്മുടെ ഹീറ്റർ ഓൺ ചെയ്യുന്നു. ഹീറ്റർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ 120 മിനിറ്റ്സ്, അതായത് 2 മണിക്കൂർ നേരത്തേക്കാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് വെള്ളം തിളച്ച് വരും. അപ്പോൾ അത് 118 118 ആകുമ്പോൾ അവിടുന്ന് ആദ്യം നമ്മൾ ഇഞ്ചി ഇട്ടു. ഇഞ്ചിയുടെ പുറകെ കറുവാപ്പട്ടയും ഏലക്കായും ഇട്ടു. ഇനി വെള്ളം തിളച്ച് വരുന്നവരെ എനിക്ക് നിങ്ങളോട് 2 മിനിറ്റ് നേരം സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ 2 മിനിറ്റ് സംസാരിക്കുന്നതിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാം. അതെല്ലാം പറഞ്ഞ് ശരിയാകില്ല. എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഇമോജി ഇട്ടാൽ മാത്രം മതി. 3 ദിവസത്തിനകം നിങ്ങളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഇതൊരു അൺകണ്ടീഷണൽ പ്രോമിസാണ്. അതായത് ഞാൻ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർക്കല്ല, ഒരാളെ ഒരു പ്രാവശ്യമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെയാണ്. അതായത് ഇതുവരെ ഈ വീഡിയോയുടെ ലിങ്കിൽ ഇത് ആരും, അതായത് ലക്ഷ്മി എന്ന് പറയുന്ന വീഡിയോയെ ഇതുവരെ കാണാത്ത പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അവർ യൂട്യൂബേഴ്സ് ആയിരിക്കണം. സാധാരണ കാഴ്ചക്കാരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ രഹസ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഇമോജി ഇടുമ്പം, അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുന്നതിന് തുല്യമാണ്. ആ ഇമോജിയുടെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് പ്ലീസ് സബ്സ്ക്രൈബ് മീ എന്നുള്ളൊരു വാക്കാണ് ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളുന്നത്. അപ്പം നിങ്ങൾ സാധാരണഗതിയിൽ അത് എഴുതി ചോദിക്കുന്നതൊക്കെ ഇതൊരു ശരിയായ ഒരു നടപടിയല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഇമോജി ഇട്ട് കഴിയുമ്പം ഇതെനിക്ക് മാത്രമുള്ളൊരു കോഡാണ് കേട്ടോ, മറ്റുള്ളവരങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പം ഈ ഇമോജി കണ്ടു കഴിയുമ്പം ഞാൻ എങ്ങനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, YT സ്റ്റുഡിയോ ഉണ്ട്, യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. അതിനകത്താണ് ആരാണ് നമ്മൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ആ കമൻറ്റ് ചെയ്തിരിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് അവിടുന്ന് അവരുടെ ചാനലിൽ പോകാൻ സാധിക്കും. അവരുടെ ചാനലിൽ പോയിട്ട് നമ്മൾ അവരുടെ വീഡിയോ കാണുന്നു, എന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു. എന്നിട്ട് ആ സബ്സ്ക്രിപ്ഷൻ നമ്പർ നമ്മൾ അവരെ അറിയിക്കുന്നു. ഇതാണ് എൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. ഇനി 118 എന്ന് പറയുന്ന ആ സംഖ്യ വന്നു കഴിഞ്ഞു. അതായത് 2 മിനിറ്റ് വെള്ളം തിളച്ചിരിക്കുന്നു. ഏലക്കായുടെയും കറുവാപ്പട്ടയുടെയും നല്ല സുഗന്ധം വരുന്നുണ്ട്. ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ചായയുടെ ഇല, ലോങ് ലീഫ് ഓഫ് ഡാർജിലിംഗ് ചായ, ലോകോത്തരമായിട്ടുള്ളതാണ് കേട്ടോ. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചായയാണിത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞിട്ട് എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കണക്കാണ് ഈ കാണിക്കുന്നത്. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ലോ ആണ്, പിന്നെ 3 എന്ന് പറയുന്നത് മീഡിയമാണ്, 5 എന്ന് പറയുന്നത് ഹൈ ആണ്.
അപ്പോൾ നമ്മൾ ആ സ്വീറ്റ്നർ 2 പെല്ലറ്റ് ആ ഫിൽറ്ററിങ് യൂണിറ്റിനകത്ത് ഇട്ടിരുന്നു. അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം 2 മിനിറ്റ് സമയം എടുത്തിട്ടാണ് ഇത് ഒഴിക്കുന്നത്. 2 മിനിറ്റ് സമയം വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഒഴിക്കുന്നത്. അപ്പം അതിൻ്റെ ആവി ഇങ്ങ് പറഞ്ഞാണ് ഇപ്പോൾ കണ്ടത്. അപ്പം നമ്മൾ ഇത് സ്വീറ്റ്നർ ഇട്ടു, വെള്ളം ചായ അതിലേക്ക് അരിച്ചൊഴിച്ചു. അതിൽ നിന്ന് ഇളക്കണം, നന്നായിട്ട് ഇളക്കാൻ സ്പൂണും റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിതൊരു വീട്ടിൽ സാധാരണഗതി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, ഓരോന്നോരോന്ന് 1-1.5 എടുത്തന്നെ. പക്ഷേ ഇത് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത്, ഒരു പ്രൊഫഷണൽ ടച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ചായ റെഡിയായി. ഇനി അതിനെ കപ്പിലേക്ക് ഒഴിക്കുന്നു. കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ അവിടെ സംഭവിക്കുന്നത്, നമ്മൾ സ്വല്പം ഇരുട്ടായില്ലേ, കറണ്ടൊന്നും പോയായിരുന്നതുകൊണ്ടാണ്. ഇരുട്ട്, ലൈറ്റ് ഓഫായിപ്പോയി. സാരമില്ല. നമ്മൾ ഈ കപ്പിനെ എടുത്തുകൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നു. ഇപ്പോൾ കറണ്ട് വന്നു, മേശപ്പുറത്ത് വെച്ചു. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് വരണം. ബൈബിൾ വളരെ ആദരവോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഗ്രന്ഥമാണ്. ആദരവോടുകൂടി തന്നെ നമ്മളിവിടെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് വചനം കണ്ടുപിടിക്കണം. വചനം കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡെയിലി ബ്ലെസ്സിങ്, ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും ഉള്ളതാണ്. രാവിലെ 5:30 മണിക്ക് അത് ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് വചനം, ഇന്നത്തെ വചനം ഇന്ന് അച്ഛൻ പ്രസംഗിച്ച വചനമാണ് 2 രാജാക്കന്മാർ 3-ാമത്തെ അധ്യായത്തിൽ 11, 12, 13. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഷോർട്ട് കോപ്പിയുണ്ട്, അതിൻ്റെ കോപ്പിയുണ്ട്. ഞാനത് വായിക്കാം. 2 രാജാക്കന്മാർ അധ്യായം 3. യഹോഷഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഹിതമറിയേണ്ടതിന് അവിടുത്തെ ഒരു പ്രവാചകൻ ഇവിടെയില്ലേ? ഇസ്രായേൽ രാജാവിൻ്റെ ഒരു സേവകൻ പറഞ്ഞു, ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനും ഷാഫാത്തിൻ്റെ മകനുമായ എലീഷ ഉണ്ട്. യഹോഷഫാത്ത് പറഞ്ഞു, കർത്താവിൻ്റെ വചനം അവനോട് കൂടെയുണ്ട്. ഇസ്രായേൽ രാജാവും യഹോഷഫാത്തും ഏദോം രാജാവും അവൻ്റെ അടുത്തേക്ക് പോയി. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിനക്ക് എന്തിനാണ് എൻ്റെ സഹായം? നിൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രവാചകന്മാരെ സമീപിക്കൂ. എന്നാൽ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, ഇല്ല, ഈ 3 രാജാക്കന്മാർ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നത് കർത്താവാണ്. വചനം ഇവിടെ തീർന്നു. കർത്താവെ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് the end of this